അടുത്തതായി നമുക്ക് ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഒരു 1.5 കിലോ നെന്മീൻ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമേ മാരിനേറ്റ് ചെയ്യുവാനായിട്ട് മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി, കുരുമുളക് പൊടി 1.5 സ്പൂൺ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി പേസ്റ്റാക്കി പാകത്തിന് ചേർത്ത് മീനിൽ പുരട്ടി മീൻ മാരിനേറ്റ് ചെയ്ത് 1.5-3 മണിക്കൂർ വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത മീൻ എണ്ണയൊഴിച്ച് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. മീൻ വറുത്ത് എടുക്കുന്ന സമയം കൊണ്ട് ചോറ് റെഡിയാക്കാം. പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. 3 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക ചതച്ചത് ഇത്രയും ഇട്ട് വെള്ളം തിളപ്പിക്കുക. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് ഒരു 90% വേവാകുമ്പോൾ വെള്ളം ഊറ്റിയെടുത്ത് വയ്ക്കുക. 2 വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മീൻ വറുത്തെടുത്ത എണ്ണയിലേക്ക് നന്നായി വഴറ്റി പച്ചമുളക് 4 കീറിയിട്ട് വഴറ്റിയെടുക്കുക. മീനിൻ്റെ പുരട്ടിയ ഗ്രേവി മിച്ചമുള്ളത്, മാരിനേറ്റ് ചെയ്ത പാത്രത്തിലുള്ള ഗ്രേവി മിച്ചമുള്ളതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ആ ഗ്രേവിയും വഴറ്റിയെടുത്ത് വയ്ക്കുക. ഒരു പാത്രത്തിൽ ചോറ് 1 ലെയർ ഇട്ടിട്ട് മീൻ കഷ്ണങ്ങൾ, ഉള്ളിയുടെ ഗ്രേവിയും കൂടെ ഇട്ട് ലെയറാക്കി എടുക്കുക. മല്ലിയില, പുതിന ഇല അരിഞ്ഞ് ഇടയ്ക്ക് ഇടുക. ഫിഷ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കാബേജ് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് 5 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മയോണൈസും ഉപ്പും കൂടെ ചേർത്താൽ കോസ്ലോ റെഡിയായിരിക്കും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. കോസ്ലോ റെഡിയായിട്ടുണ്ട്. ഫിഷ് ബിരിയാണിക്ക് സലാഡായിട്ട് ഉപയോഗിക്കാൻ ഇത് നല്ലതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.